നമസ്കാരം, എല്ലാവർക്കും വർത്തമാനത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വർത്തമാനം പറയാൻ പോകുന്നത് കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയെ പറ്റിയാണ്. ഒരു ലിസ്റ്റ് വന്നിട്ട് 5 മാസം, മറ്റൊരു ലിസ്റ്റ് വന്നിട്ട് 4 മാസം, മറ്റൊരു ലിസ്റ്റ് വന്നിട്ട് 3 മാസം. പറയുന്നത് CPO, WCPO, SI തുടങ്ങിയ റാങ്ക് ലിസ്റ്റുകളെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ആ റാങ്ക് ലിസ്റ്റുകളെ പറ്റി മാത്രം എടുത്തു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ റാങ്ക് ലിസ്റ്റുകളുടെ എല്ലാം കാലാവധി കേവലം 1 വർഷം മാത്രമാണ്. 1 വർഷത്തിൽ 5 മാസം കഴിഞ്ഞിട്ടും ഈ പോസ്റ്റുകൾക്കൊന്നും ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിൽ വന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ടിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ ചെയ്തതാണ്. എന്നാൽ നാളിതുവരെ 40 NJD വേക്കൻസികൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ CPOയ്ക്ക് 38 വേക്കൻസിയും WCPOയ്ക്ക് 2 വേക്കൻസിയും SI ലിസ്റ്റിന് ആംഡ് സിവിൽ പോലീസ് SIയുടെ ലിസ്റ്റുകൾക്ക് 0 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തത്. അത് ബറ്റാലിയന്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക് പറയുകയാണെങ്കിൽ SAPക്ക് 3 വേക്കൻസിയും MSPക്ക് 2 വേക്കൻസിയും KP1ന് 5 വേക്കൻസിയും KP2ന് 16 വേക്കൻസിയും KP3ന് 8 വേക്കൻസിയും KP4ന് 1 വേക്കൻസിയും KP5ന് 2 വേക്കൻസിയും WCPOയ്ക്ക് 2 വേക്കൻസിയും അങ്ങനെ 40 വേക്കൻസി മാത്രമാണ് നാളിതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 7 ബറ്റാലിയനുകളായി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നും 4725 പേർ മെയിൻ ലിസ്റ്റിലും 1922 പേർ സപ്ലിയിലും ഉൾപ്പെടെ 6647 പേരാണ് CPO റാങ്ക് ലിസ്റ്റിനകത്ത് ഉള്ളത്. എന്നാൽ WCPO റാങ്ക് ലിസ്റ്റിനകത്ത് 674 പേർ മെയിൻ ലിസ്റ്റിലും 293 പേർ സപ്ലി ലിസ്റ്റിലും അങ്ങനെ 967 പേരാണ് WCPO ലിസ്റ്റിനകത്തുള്ളത്. 3 മാസം മുമ്പ് വന്ന SIയുടെ ലിസ്റ്റ് ആകട്ടെ 694 പേർ മെയിൻ ലിസ്റ്റിലും 219 പേർ സപ്ലി ലിസ്റ്റിലും അങ്ങനെ 913 പേരാണ് ആ ലിസ്റ്റിലുള്ളത്. എന്നാൽ ആംഡ് SIയുടെ ലിസ്റ്റിനകത്ത് 393 പേർ മെയിൻ ലിസ്റ്റിലും 163 പേർ സപ്ലി ലിസ്റ്റിലും 556 പേരുമാണ് ഉള്ളത്. പോലീസിൽ ആളില്ല, ജോലി സമ്മർദ്ദം കാരണം പോലീസുകാരുടെ ആത്മഹത്യ, ഇതൊക്കെ മുൻനിർത്തി DGPയും അസോസിയേഷനും കൊടുത്ത ഫയലുകൾ അത് ഫയലുകളായി തന്നെ സെക്രട്ടേറിയറ്റിനകത്ത് ഒതുങ്ങി കൂടി കിടക്കുകയാണ്. CPO, WCPO, SI റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആയിരങ്ങളുടെ ആശങ്കകൾ അകറ്റി നിലവിലുള്ള ഒഴിവുകൾ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്ത് നിയമനം നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന് ഏറെ നിർണായക പങ്കുവഹിക്കുന്ന ഈ തസ്തികകൾ എത്രയും വേഗം സൃഷ്ടിക്കണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. ഈ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സഹായകമാകും.